ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അഞ്ചാമത്തെ പാഠം 5, ക്ലിയോപാട്രയുടെ നാട്ടിൽ. അലക്സാൻഡ്രിയ, എന്തൊരു ആകർഷകമായ പേര്! ഈ പേര് ഉച്ചരിക്കുമ്പോൾ ഒരു നർത്തകിയുടെ കാൽച്ചിലുങ്കക്കിലുക്കം കേൾക്കും പോലെ ഇല്ലേ? കൗമാരകാലം മുതൽക്കേ എന്റെ അന്തരംഗത്തിൽ, അന്തരംഗം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം, എൻ്റെ വന്ന ലേഖകനാണ്, കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച ഒരു പേരാണ് അലക്സാൻഡ്രിയ. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാൻഡ്രിയയോടുള്ള അനുരാഗം വർദ്ധിച്ചു. അനുരാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം. എന്റെ ആരാധനാപാത്രമായ ക്ലിയോപാട്രയുടെ നഗരിയാണ് അലക്സാൻഡ്രിയ. ആരുടെ നഗരിയാണ് അലക്സാൻഡ്രിയ? ക്ലിയോപാട്രയുടെ അല്ലേ? ആ അത്ഭുത നഗരിയിൽ ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്? ലേഖകൻ അല്ലേ? ഇവിടെ ലേഖകൻ ആരാ? നമ്മുടെ ലേഖകൻ ക്ലിയോപാട്രയുടെ നാട്ടിൽ ഇതിലെ കഥയുടെ ലേഖകൻ ആരാ എഴുതിയത്? പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാട്. ഓക്കെ. അപ്പോ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ത്? ആ അത്ഭുത നഗരിയില് ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ന്. ഓക്കെ. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ, ഇവിടെ അലക്സാൻഡ്രിയയിൽ എത്തിയപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളും കണ്ടു തീർന്നപ്പോൾ നിരാശയാണ് അനുഭവപ്പെട്ടത് അല്ലെ? എന്റെ പ്രതീക്ഷക്കൊത്ത ഒരു സ്ഥലമായിരുന്നില്ല അത് എന്നർത്ഥം അല്ലെ? നിരാശ ആണ് അനുഭവപ്പെട്ടത്. അഴുക്കും ദുർഗന്ധവും കച്ചവട തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാൻഡ്രിയയാണ് ഇന്ന് നിങ്ങളെ എതിരേക്കുന്നത്. ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നിങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ പേർ നിങ്ങൾ കേൾക്കുകയുള്ളൂ അല്ലെ? അവിടെ ക്ലിയോപാട്രയുടെ നഗരിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കണമെങ്കിൽ അറബി മോതിരം ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നമ്മളെ ആളുകളെ സമീപിക്കുമ്പോൾ മാത്രമാണ് ക്ലിയോപാട്രയുടെ പേര് അവിടെ കേൾക്കാൻ പറ്റുന്നത് അല്ലെ? 18-ാം വയസ്സിൽ ടോളമി രാജവംശ പരമ്പരയിലെ 7ാമത്തെ കിരീടമണിഞ്ഞ ക്ലിയോപാട്ര മഹാറാണി മാറിലൊരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച് മരണം വരിച്ചിട്ട് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു അല്ലെ? സംവത്സരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടുപേരും സ്ട്രക്കാണ്, ഫെയ്ത്തും ആൻമരി. ഷോൺ, എന്താ സംവത്സരം എന്ന് പറഞ്ഞ അർത്ഥം? വർഷം. 2000 വർഷം കഴിഞ്ഞു അല്ലെ? എന്ത്? ക്ലിയോപാട്ര എങ്ങനെയാ മരിച്ചത്? അത് ക്വസ്റ്റ്യന്റെ ആൻസറാ നമ്മുടെ ഓരോ ക്വസ്റ്റ്യന്റെ. മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ചാണ് ആര് മരണം വരിച്ചത്? ക്ലിയോപാട്ര അല്ലെ? ഓക്കെ. ഇപ്പൊ നമുക്ക് 2-3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി ഇത്ര പോരെ പാരഗ്രാഫിൽ കേട്ടോ. അപ്പൊ 18-ാം വയസ്സിൽ ടോളമി രാജവംശ പരമ്പരയിലെ 7ാമത്തെ കിരീടമണിഞ്ഞ ക്ലിയോപാട്ര മഹാറാണി മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച് മരണം വരിച്ചിട്ട് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. വർഷങ്ങള് 2000 വർഷങ്ങള് കഴിഞ്ഞു. ക്ലിയോപാട്രയുടെ അലക്സാൻഡ്രിയ സഹസ്രാബ്ദങ്ങളിലെ സ്വപ്നതരംഗങ്ങളിൽ അന്തരിച്ചുപോയി. സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? 1000 വർഷമാണ് സഹസ്രാബ്ദം അല്ലെ? ശതാബ്ദോ? അപ്പൊ ശതാബ്ദം എന്താ? എന്താ മക്കളെ? സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. അപ്പൊ ശതാബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ശതം എന്ന് പറഞ്ഞാൽ എത്രയാ? 100. അപ്പൊ 100 വർഷമാണ് ഇത് ശതാബ്ദം. നെക്സ്റ്റ് ദശാബ്ദം എന്ന് പറഞ്ഞാൽ എത്രയാ? ദശാബ്ദം. ദശം എന്ന് പറഞ്ഞാൽ എത്രയാ? ദശം 10. ഓക്കെ, കറക്റ്റ്. അപ്പൊ 10 വർഷമാണ് ഏത്? ദശാബ്ദം. അപ്പൊ 10 വർഷത്തിന് എന്താ പറയുക? ദശാബ്ദം. 100 വർഷം ശതാബ്ദം. 1000 വർഷം സഹസ്രാബ്ദം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ക്ലിയോപാട്രയുടെ അലക്സാൻഡ്രിയ സഹസ്രാബ്ദങ്ങളിലെ, അതായത് 1000 വർഷങ്ങളിലെ അത്രയും 1000 വർഷം കഴിഞ്ഞു എന്നർത്ഥം, സ്വപ്ന തരംഗങ്ങളിൽ മരിച്ചുപോയി അല്ലെ? ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല. അവരുടെ മരണത്തെ പറ്റിയോ അവരുടെ ശവകുടീരത്തെ പറ്റിയോ ഇതുവരെ അറിവായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? മരണത്തിന് ശേഷം 2000-ഓളം ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വിചിത്ര വനിത ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചുകൊണ്ട് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത് അല്ലെ? അവരുടെ മരണത്തെ പറ്റിയോ അവരുടെ ശവകുടീരത്തെ പറ്റിയോ അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ത്? ചരിത്രകാരന്മാരുടെയും ആരാധകരുടെയും
വഞ്ചിച്ചുകൊണ്ട് എവിടെയോ ഒളിഞ്ഞു കിടക്കുകയാണ് ക്ലിയോപാട്ര എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ലോക ചരിത്രത്തിലെ വനിതകളിൽ ഒരു അത്ഭുത സൃഷ്ടി തന്നെയായിരുന്നു ആര്? ക്ലിയോപാട്ര. ക്ലിയോപാട്രയെ പറ്റി പറയുമ്പോൾ ഒരു പരമാർത്ഥം പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. എന്താ? അവൾ ഒരു പ്രകാരത്തിലും ഈജിപ്തുകാരിയായിരുന്നില്ല, അവൾ മാസിഡോണിയൻ വെള്ളക്കാരിയായിരുന്നു. ഓക്കെ, അലക്സാണ്ട്രിയ ഈജിപ്തിലാണ് അല്ലെ, അതുകൊണ്ട് അവന് ഈജിപ്തുകാരി ആയിരുന്നില്ല എന്നാ പറയുന്നത്. അവൾ മാസിഡോണിയൻ വെള്ളക്കാരിയായിരുന്നു. ക്ലിയോപാട്രയുടെ ദേഹപ്രകൃതിയെ പറ്റി ഊഹിച്ചെടുക്കുകയെ, അതായത് ശരിയായ ഒരു നിഗമനം ഇല്ല, ഊഹിച്ചെടുക്കുകയെ നിവൃത്തിയുള്ളൂ എന്നാ പറയുന്നത്. എങ്കിലും ചില നിഗമനങ്ങൾ ശരിയായിരിക്കും. അധികം എങ്ങനെയാ? അവരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ. എന്താ ചോദ്യം ഉണ്ട്? എന്താ ചോദ്യം? ക്ലിയോപാട്രയുടെ ദേഹപ്രകൃതിയെ പറ്റി ഉള്ള നിഗമനങ്ങൾ ചുരുക്കി എഴുതുക. എങ്ങനെയാ? അധികം ഉയരമില്ലാത്ത, കൃശമല്ലാത്ത, എന്നാൽ തെല്ലൊന്നുരുണ്ട ശരീരം, വെളുത്ത നിറം, കറുത്ത തലമുടി, നീലക്കരിമിഴികൾ, നീണ്ട അറ്റം വളഞ്ഞ നാസിക, അങ്ങനെ ആകപ്പാട് സുന്ദരി എന്ന് പറയാമെങ്കിലും അവളുടെ ദേഹം ലഘുവായിരുന്നു. അല്ലെ? ഇതാണ് ശരീരപ്രകൃതിയെ പറ്റിയിട്ടുള്ള നിഗമനം അല്ലെ? വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തോട്ടോ. അധികം ഉയരമില്ലാത്ത, കൃശമല്ലാത്ത, എന്നാൽ തെല്ലൊന്നുരുണ്ട ശരീരം. ഒരു പെൻസിലോണ്ട് അണ്ടർലൈൻ ചെയ്തോ, ക്വസ്റ്റ്യന്റെ ആൻസർ ആണത്. വെളുത്ത നിറം, കറുത്ത തലമുടി, നീലക്കരിമിഴികൾ, നീണ്ട അറ്റം വളഞ്ഞ നാസിക. അങ്ങനെ നാസിക പറഞ്ഞ മൂക്കാണ്. അങ്ങനെ ആകപ്പാട് സുന്ദരി എന്ന് പറയാമെങ്കിലും അവളുടെ ദേഹം ലഘുവായിരുന്നു. ശബ്ദമാധുരിയായിരുന്നു ക്ലിയോപാട്രയുടെ വേറൊരു സിദ്ധി അല്ലെ? വേറെന്താ സിദ്ധി ഉള്ളത്? ശബ്ദമാധുരി. നല്ല ശബ്ദമായിരുന്നു, നല്ല സ്വരമായിരുന്നു. നെക്സ്റ്റ് ഏതാ? അവൾക്ക് നാനാ ഭാഷകൾ വശമുണ്ടായിരുന്നു. ഏതൊക്കെ? എത്യോപ്യക്കാരോടും സിറിയക്കാരോടും, അതായത് എത്യോപ്യക്കാരോട് സംസാരിക്കാനുള്ള ഭാഷ അറിയാം, സിറിയക്കാരുടെ ഭാഷ അറിയാം, അറബികളോട്, ഹീബ്രുക്കളോട്, ട്രോഗ്ലോഡൈറ്റുകളോട്, മീതുക്കളോട്, പാർത്യക്കാരോട് എല്ലാം അവരവരുടെ ഭാഷകളിൽ തന്നെയാണ് ആര്? ക്ലിയോപാട്ര സംഭാഷണം ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഇതൊക്കെ ആരുടെ സിദ്ധിയിൽ പെടുന്നതാണ്? ക്ലിയോപാട്രയുടെ സിദ്ധി എന്തെല്ലാം എന്നൊരു ചോദ്യമുണ്ട്. ക്ലിയോപാട്രയുടെ സിദ്ധികൾ എന്തെല്ലാം? അപ്പൊ എന്തൊക്കെയാ? ശബ്ദമാധുരിയായിരുന്നു ക്ലിയോപാട്രയുടെ ഒരു പ്രധാന സിദ്ധി. പിന്നെയോ അവൾക്ക് നാനാ ഭാഷകൾ വശമുണ്ടായിരുന്നു. എത്യോപ്യക്കാരോടും സിറിയക്കാരോടും പാർത്യക്കാരോടും അറബികളോടും ഹീബ്രുക്കളോടും ട്രോഗ്ലോഡൈറ്റുകളോടും മീതുക്കളോടും അവരുടെ തന്നെ ഭാഷകളിലാണ് ആര് സംസാരിച്ചത്? ക്ലിയോപാട്ര സംസാരിച്ചിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അവൾ സീസറുടെ പത്നി എന്ന നിലയിൽ തന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. സീസർ വധിക്കപ്പെട്ട ശേഷം മാർക്ക് ആന്റണിയെ വിവാഹം ചെയ്തു. ആന്റണിയുടെ അന്ത്യം വരെ അവനോടത്ത് ജീവിച്ചു. അവൾ 4 സന്താനങ്ങളെ, അപ്പൊ 4 മക്കൾ ആർക്കുണ്ടായിരുന്നു? ക്ലിയോപാട്രക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ? ക്ലിയോപാട്ര നല്ല നർമ്മബോധം പ്രകടിപ്പിക്കാൻ, നർമ്മബോധം എന്ന് പറഞ്ഞാൽ എന്താ? തമാശ പറയുന്ന ആളായിരുന്നു അർത്ഥം. പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അവൾ അസാമാന്യമായ സൂത്രശാലിയായിരുന്നു അല്ലെ? നല്ല സൂത്രശാലിയും ആയിരുന്നു. അസാമാന്യമായ പറഞ്ഞ അതീവം, അതായത് അസാമാന്യമായ പറഞ്ഞാല് സാമാന്യത്തിൽ കവിഞ്ഞാന്നർത്ഥം. അപ്പോ സൂത്രശാലിയും ആയിരുന്നു. ഒരിക്കൽ അവളും സീസർ ചക്രവർത്തിയും തമ്മിൽ ഒരു വാദ് നടന്നു. വാദ് പറഞ്ഞ പന്തയം. ഈജിപ്തിലെ മഹാറാണിയും റോമ ചക്രവർത്തിയും എന്ന നിലകളിൽ തന്നെ കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നായിരുന്നു. എന്താ പന്തയം? കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതായിരുന്നു പന്തയം അല്ലെ? ചോദ്യം ഉണ്ടത്. ക്ലിയോപാട്ര പന്തയം ജയിച്ചത് എങ്ങനെയാണുള്ളത്? പന്തയം ഉണ്ടായിരുന്നല്ലോ. ക്ലിയോപാട്രയും സീസറും തമ്മിൽ നടന്ന പന്തയം എന്തായിരുന്നു? കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതാണ് പന്തയം അല്ലെ? നെക്സ്റ്റ് എന്താ? ക്ലിയോപാട്ര പന്തയം ജയിച്ചത് എങ്ങനെയുണ്ട്? എങ്ങനെയാ? ക്ലിയോപാട്രയുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു? ലളിതമായിരുന്നു. എന്നാൽ വിരുന്നിലെ പാനീയം വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. തന്റെ കർണാഭരണത്തിലെ അമൂല്യമായ മുത്തെടുത്ത് സുർക്കയിൽ അലിയിച്ച് റോമ ചക്രവർത്തിക്ക് കുടിക്കാൻ കൊടുത്ത് ആണ് അല്ലെ? അതല്ലേ മഹാറാണിയുടെ പന്തയം വിജയിച്ചത് അങ്ങനെയാണ്. അതായത് സുർക്കയിൽ അലിയിച്ച് റോമ ചക്രവർത്തിക്ക് കുടിക്കാൻ കൊടുത്താണ് മഹാറാണി പന്തയം ജയിച്ചത്. അർദ്ധരാത്രി, അടുത്തൊരു ചോദ്യം ഉണ്ട്. എന്ത്? ക്ലിയോപാട്രയുടെ നിശാവിനോദം എന്തായിരുന്നു? എന്താണ്? അർദ്ധരാത്രി വേഷപ്രച്ഛന്നയായി നഗരവീഥികളിൽ
വിഹരിക്കുന്നതും കണ്ടവരുടെ വീടുകളിൽ ചെന്ന് കയറി വാതിലിൽ മുട്ടി ആളുകളെ വിളിച്ചുണർത്തി അവർ വാതിൽ തുറക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിമറയുന്നതാണ് എന്ത് നിശാവിനോദങ്ങളിൽ പ്രധാനപ്പെട്ടത് അല്ലെ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ക്ലിയോപാട്ര മഹാറാണിയുടെ നഗരമായിരുന്നു ഏത്? അലക്സാണ്ട്രിയ. അപ്പൊ ക്ലിയോപാട്രയുടെ നാട്ടിൽ എന്ന ഇതിൽ നമ്മൾ അലക്സാണ്ട്രിയയെ കുറിച്ച് പഠിച്ചു. SK പൊറ്റക്കാടിന്റെ നോട്ടത്തിൽ അല്ലെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എഴുതിയാണ് കഥ. ഇതാണ് SK പൊറ്റക്കാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സഞ്ചാര സാഹിത്യകാരനാണ്, നോവലിസ്റ്റ്, കഥാകൃത്ത്, കവി എന്നീ നിലകളിലും പ്രസിദ്ധൻ. 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ഭാരതീയ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏതിനാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്? ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് അല്ലെ. പിന്നെ ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, പുള്ളിമാൻ, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. 1982 അന്തരിച്ചു. അനുബന്ധം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. യശശരീരനായ SK പൊറ്റക്കാടിന്റെ ആഫ്രിക്ക എന്ന യാത്രാ വിവരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. BC 51 പിതാവിന്റെ മരണത്തെ തുടർന്ന് ക്ലിയോപാട്ര ഇളയ സഹോദരനോടൊപ്പം ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തു. അലക്സാണ്ട്രിയയിലെത്തിയ ജൂലിയസ് സീസറുമായി സൗഹൃദത്തിലായി. ക്ലിയോപാട്രയുടെ പിണങ്ങിയ സഹോദരനെ വധിച്ച് സീസർ ക്ലിയോപാട്രയെ തന്റെ ഭാര്യയാക്കി റോമിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സീസറുടെ മരണശേഷം ക്ലിയോപാട്ര വീണ്ടും ഈജിപ്തിൽ തിരിച്ചെത്തി. അധികം താമസിയാതെ മാർക്ക് ആന്റണിയുടെ ഭാര്യാവധം സ്വീകരിച്ചു. അഗസ്റ്റസ് സീസറിനെതിരായുള്ള യുദ്ധത്തിൽ പരാജയം ഉറപ്പായ നിമിഷം അവർ ആത്മഹത്യ ചെയ്തു. തുടർന്ന് ഈജിപ്ത് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അല്ലെ. ഇതൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നതാണ്. എന്താ അപ്പൊ അടുത്ത് നമുക്ക് അർത്ഥാണ് പറയേണ്ടത് അല്ലെ. അർത്ഥം. അപ്പൊ പാഠം 5 എഴുതി നിങ്ങൾ 4ാമത്തെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഷോൺ പോയി അല്ലെ. 4ാമത്തെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 5ാമത്തെ പാഠം 5 എഴുതി ക്ലിയോപാട്രയുടെ നാട്ടിൽ എഴുതിയിട്ട് അർത്ഥം എഴുതണം കേട്ടോ. അൻമരിയ അർത്ഥം എഴുതുക എഴുതി. അന്തരംഗം മനസ്സ് നോട്ടിലേക്ക് എഴുതി വെക്കണം. ഇത് ടെക്സ്റ്റിൽ മാത്രം പോരാ, നോട്ടിൽ എഴുതണം. എന്താണ് അന്തരംഗം? മനസ്സ്. അനുരാഗം സ്നേഹം. ഓക്കെ. വിശ്വം ലോകം. നിങ്ങൾ മറ്റേ എഴുതിയ നോട്ട് എടുത്തോ, എഴുതിക്കോ. മറ്റേ എഴുതിയിട്ടില്ല അല്ലെ. ഇപ്പൊ അത് വിടണ്ടേ അല്ലെ. അല്ലെ നമുക്ക് ഈ ടൈമിൽ ക്ലാസ് ടൈമിൽ എഴുതിയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും എഴുതും. അതിന് ഫെയ്ത്തിനൊന്നും ക്ലിയറും ഇല്ല. അപ്പൊ ഇത് എഴുതിയെടുക്കണേ. കുറെ അധികം വേർഡ്സ് ഉണ്ട്, നല്ല വേർഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ആവശ്യം വരും. അന്തരംഗം മനസ്സ്, അനുരാഗം സ്നേഹം, വിശ്വം ലോകം. ആൻമരിയ 4ാമത്തെ അർത്ഥം എഴുതിയിട്ടുണ്ടോ? 4ാം പാഠത്തിന്റെ അർത്ഥം എഴുതിയില്ല. എഴുതണ്ട കേട്ടോ ഇന്ന്. ഓക്കെ. ഇപ്പൊ ഇനി അല്ലെങ്കിൽ ഏകദേശം കുറച്ച് വിട്ടിട്ട് നിങ്ങൾക്ക് ഇത് എഴുതായിരുന്നു ഇപ്പൊ ക്ലാസ് ടൈമില്. അപ്പൊ വിശ്വം ലോകം, മോഹിനി മോഹിപ്പിക്കുന്നവൾ, സുന്ദരി. സംവത്സരം വർഷം. തരംഗം തിരമാല. വനിത സ്ത്രീ. പ്രകാരം രീതി സമ്പ്രദായം. നിഗമനം ഊഹം. കൃശം മെലിഞ്ഞ. കരിമിഴി കറുത്തമിഴി. മാധുരി മാധുര്യം സൗന്ദര്യം. സിദ്ധി കഴിവ്. നാനാഭാഷകൾ പലവിധത്തിലുള്ള ഭാഷകൾ. പത്നി ഭാര്യ. അന്ത്യം അവസാനം. സന്താനം കുട്ടി. സഹസ്രാബ്ദം 1000 വർഷം. ദശാബ്ദം 10 വർഷം
അല്ലെ? അതിലില്ല. 10 വർഷം. ദശാബ്ദം എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. ശതാബ്ദം എന്ന് പറഞ്ഞാൽ 100 വർഷം അല്ലെ? നെക്സ്റ്റ് പര്യായ പദങ്ങൾ പഠിക്കാം. വിശ്വം, ലോകം, നമ്മൾ കഴിഞ്ഞ ഏതോ പാഠത്തിൽ പഠിച്ചാണ് വിശ്വം. ലോകം, ഭുവനം, ഭുവനം, ലോകം, ജഗത്. ജഗത്. സംവത്സരം, ആണ്ട്, വർഷം, കൊല്ലം. കൊല്ലം. വനിത, സ്ത്രീ, നാരി, മഹിള. പത്നി, ഭാര്യ, സഹധർമ്മിണി, കളത്രം. നിശ, രജനി, രാത്രി, നിശീതിനി. വിപരീത പദം ലഘു, ഗുരു. ലഘുവും ഗുരുവും കാണുന്ന ഗുരു. നിരാശ, ആശ. ആശ. ലളിതം, സങ്കീർണം. സങ്കീർണം. ദുർഗന്ധം, സുഗന്ധം. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ മോശമാണ് അല്ലെ? ബാഡ് സ്മെല്ല്. സുഗന്ധം എന്ന് പറഞ്ഞാൽ ഗുഡ് സ്മെല്ല് അല്ലെ? ഇനി മാതൃക നോക്കി പൂരിപ്പിക്കാം എന്നുണ്ട് അല്ലെ? എന്താ? വിചിത്രം, വിചിത്രം എന്താ വരിക? വൈചിത്രം. വിവിധ എന്നേരം എങ്ങനെയാവും? വൈവിധ്യം. വൈവിധ്യം. വിപുലോ? വൈപുല്യം. വൈപുല്യം. എഴുതി അവിടെ എഴുതി വെച്ചേ ടെക്സ്റ്റില്. ഇതെല്ലാം നോട്ടിലേക്ക് എടുത്തേതണം കേട്ടോ. ഫെയ്ത്തും പോയി. ഇപ്പൊ ശ്രേയ കേൾക്കുന്നുണ്ടോ ആവോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ ശ്രേയ? അത് എഴുതിക്കോ മോളെ. വിചിത്രം ടെക്സ്റ്റിൽ എഴുതി വെക്ക്, പിന്നെ നോട്ടിലേക്ക് എഴുതാം. വിചിത്രം, വൈചിത്ര്യം. വിവിധം, വൈവിധ്യം. വിപുലം, വൈപുല്യം അല്ലെ? വൈപുല്യം. ഓക്കെ, അത് എഴുതി വെക്കണേ. പെൻസിലുണ്ടോ പേനയുണ്ടോ ടെക്സ്റ്റിൽ എഴുതി വെക്കണം. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇതുവരെ ഇല്ല എല്ലാം ടെക്സ്റ്റിൽ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ടെക്സ്റ്റിൽ നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ? 1000 വർഷം. എന്താ? സഹസ്രാബ്ദം. ഓക്കെ, 100 വർഷം. സഹസ്രാബ്ദം. സഹസ്രാബ്ദം 100 വർഷം. ഓക്കെ, 100 വർഷം എന്ന് പറഞ്ഞാല് ശതാബ്ദം. അതുപോലെ എഴുതണ്ടേ? മാതൃക നോക്കി പൂരിപ്പിക്കും. അപ്പൊ 100 വർഷം എന്ന് പറയുമ്പോ എന്താ? ശതാബ്ദം. ശതം എന്ന് പറഞ്ഞാൽ 100, ശതാബ്ദം എഴുതിക്കും. നൂറ്റാണ്ടിലാണോ അതിൽ എഴുതിയിട്ടുള്ളത്? പഴയ ടെക്സ്റ്റ് ആണോ? ഓക്കെ, നൂറ്റാണ്ട് തന്നെ, പക്ഷെ ശരിക്കും അത് വരുക ശതാബ്ദം. നൂറ്റാണ്ടെന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ 100 വർഷം എന്ന് പറഞ്ഞാൽ ശതാബ്ദം. 10 വർഷത്തിന് എന്താ എഴുതിയാല്? പതിറ്റാണ്ട്. ഓക്കെ, സഹസ്രാബ്ദം, ശതാബ്ദം, ദശാബ്ദം. 10 വർഷം എന്ന് പറയുമ്പോൾ ദശാബ്ദം. പതിറ്റാണ്ടും കറക്റ്റ് ആണ്. നൂറ്റാണ്ട്, പതിറ്റാണ്ട്. പക്ഷെ ഇതില് 1000 വർഷം സഹസ്രാബ്ദം എന്നാ ഉള്ളത്. അപ്പൊ 100 വർഷം മാതൃക നോക്കി പൂരിപ്പിക്കല്ലേ വേണ്ടേ? അപ്പൊ ശതാബ്ദം, 10 വർഷം ദശാബ്ദം. പിന്നെ വിപുലം, വൈപുല്യം തന്നെയാണ് അതിലുള്ളത്. ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ളത് ആരാധനാപാത്രം. അപ്പൊ സൽക്കരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് സൽക്കാര യോഗ്യം. സൽക്കാര പാത്രാവൂല. സൽക്കാരം. സൽക്കാര യോഗ്യം എഴുതണം. സൽക്കരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് സൽക്കാര യോഗ്യാണ്. ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ളത് ആരാധനാപാത്രം. അപ്പൊ അതേ ടൈപ്പിൽ മാതൃക നോക്കി ചെയ്യുമ്പോ സൽക്കരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് സൽക്കാര യോഗ്യം. പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ളത് എന്താ എഴുതിയത്? പ്രശംസനീയം. പ്രശംസാപാത്രം. പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ളത് പ്രശംസാപാത്രമാണ്. നെക്സ്റ്റ് സ്വപ്നത്തിന്റെ അതിൽ ഉള്ളത് നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട, ഇല്ലാത്തത് മാറ്റി എഴുതിക്കോ കേട്ടോ. അതിലെഴുതി ശരിയാണെങ്കിലും ഓക്കെ. സ്വപ്നത്തിന്റെ തരംഗം, സ്വപ്നതരംഗം. അതുപോലെ വരുമ്പോ എന്താ? ദേഹത്തിന്റെ പ്രകൃതി, ദേഹപ്രകൃതി. ഓക്കെ, കറക്റ്റ്. മരത്തിന്റെ കഷ്ണം, മരക്കഷ്ണം. മരക്കഷ്ണം. വിഭവത്താൽ സമൃദ്ധം, വിഭവസമൃദ്ധം. വിഭവസമൃദ്ധം. ജലത്താൽ സമൃദ്ധം, ജലസമൃദ്ധം. ജലസമൃദ്ധം.
ഐശ്വര്യത്താൽ സമൃദ്ധം. ഐശ്വര്യ സമൃദ്ധം. ഓക്കെ, ഐശ്വര്യ സമൃദ്ധം. ഓക്കെ, അപ്പൊ അതൊക്കെ അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് എന്താ വേണ്ടത്? എ ബി വിഭാഗങ്ങളിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് പദപ്രയോഗങ്ങൾ ഉണ്ടാക്കും അല്ലെ? മറന്നു, മറന്നു, ഇരുന്നു, കണ്ടു, ഓടി, ചാടി. നെക്സ്റ്റ് ബിയിൽ എന്താ ഉള്ളത്? കളഞ്ഞു, പോയി, തീർത്തു. എന്തൊക്കെയാ എഴുതുന്നേ? മറന്നു കൂട്ടിട്ട് എഴുതി നോക്കിയേ. പോയി. മറന്നുപോയി. മറന്നു കളഞ്ഞു. മറന്നു കളഞ്ഞു. മറന്നുപോയി. മറന്നു കളഞ്ഞു. നെക്സ്റ്റോ? അല്ല, അത് അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അതെ, അത് എല്ലാം എഴുതണ്ടേ? എ ബി വിഭാഗങ്ങളിൽ അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് പദപ്രയോഗങ്ങൾ ഉണ്ടാക്കണം. അത് അതിൽ ചെയ്തില്ലേ? ഒന്ന് പോരെ മിസ്സേ? ഒന്ന് ഞാൻ പറയട്ടെ. മറന്നുപോയി. ഒരെണ്ണം പോരെ അതിന്റെ? മറന്നു എന്നില്ലേ? അതിനടുത്ത് ഇരുന്നു. ഇരുന്നു പോയി. ഇരുന്നു പോയി. കണ്ടു. കണ്ടു തീർത്തു. കണ്ടു തീർത്തു. ഓടി. ഓടിപ്പോയി എഴുതാ, ഓടിക്കളഞ്ഞു എഴുതാ വേണമെങ്കിൽ അല്ലേ? ചാടിപ്പോയി. ചാടിപ്പോയി അല്ലേ? ചാടിപ്പോയി. നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ എല്ലാം കൂടി ആയി. ഇത് മറന്നു, ഇരുന്നു, കണ്ടു, ഓടി, ചാടി. എല്ലാം ഓരോന്ന് എഴുതിക്കോ കേട്ടോ. നെക്സ്റ്റ് എന്താ? ഇനിയിപ്പോ അടുത്ത ആരും ഇല്ല, ഒന്നുകൂടി പറയേണ്ടി വരും. സീസറെ വധിച്ചു. സീസർ വധിക്കപ്പെട്ടു അല്ലെ? വധിക്കപ്പെട്ടു. അപ്പൊ പാമ്പിനെ കൊന്നു. പാമ്പ് കൊല്ലപ്പെട്ടു. പാമ്പ് കൊല്ലപ്പെട്ടു അല്ലെ? പാമ്പിനെ കൊന്നു പറയുമ്പോ പാമ്പ് കൊല്ലപ്പെട്ടു. പശുവിനെ വിറ്റു. പശു വിൽക്കപ്പെട്ടു. പശുവിനെ വിൽക്കപ്പെട്ടു അല്ലെ? വിൽക്കപ്പെട്ടു. നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് എഴുത്തരാം. നാമപദങ്ങൾ തിരഞ്ഞെടുക്കാന്നുണ്ട്. കറുത്ത തലമുടി അല്ലെ? വിശേഷണം നാമം ഏതാണെന്ന്. കറുത്ത തലമുടി. കറുത്താന്ന് വിശേഷണം. തലമുടി എന്ത്? നാമം. അതേപോലെ എന്നെ എഴുതണം. ഏത്? വിചിത്ര വനിത. വിചിത്രം എന്നുള്ളത് എന്ത്? വിശേഷണം അല്ലെ? വനിത എന്ന് പറയുമ്പോ അതിന്റെ നാമം. നെക്സ്റ്റ് സമൃദ്ധമായ വിരുന്ന് പറയുമ്പോ സമൃദ്ധം എന്നുള്ളതാണ് അതിന്റെ വിശേഷണം. വിരുന്ന് പറയുമ്പോ നാമം. അലങ്കോലപ്പെട്ട പറയുമ്പോ അലങ്കോലപ്പെട്ട നഗരം എന്ന് പറയുമ്പോ അലങ്കോലപ്പെട്ടതാണ് നഗരത്തിന്റെ വിശേഷണമാണ് ഇത് അലങ്കോലപ്പെട്ടത് എന്നുള്ളത്. നെക്സ്റ്റ് ആകർഷകമായ പേര്. അപ്പൊ പേര് എന്നുള്ളത് ആകർഷകമായ എന്നുള്ളത് വിശേഷണമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താന്നുള്ളത് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, എഴുതി എടുക്കണം. അപ്പൊ 4ാമത്തെ പാഠം കംപ്ലീറ്റ് ആയതിനു ശേഷം 5ാമത്തെ പാഠവും പിന്നെ പറഞ്ഞെടുത്ത് തന്നു വരെ എഴുതണം കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ. ബൈ മിസ്. സീ യു. ആരുമില്ല, ഒരാളേ ഉള്ളൂ.